ബ്രദറിൻ്റെ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്. അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് ഒന്നിലെ അടുത്ത ടോക്ക് ആകുമ്പോഴത്തേനും പേഴ്സണലായിട്ട് കുറേ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും എല്ലാം തന്നെ അത് കിട്ടുന്നതായിട്ട് തോന്നി. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി പറഞ്ഞ അല്ലെങ്കിൽ പരിഹാരത്തെപ്പറ്റി പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് പല സംശയങ്ങൾ പോലെ വരുന്നു. അതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പാപത്തിന് ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു 10,000 കോടിയിലൊരു അംശം പോലും പരിഹാരം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി അതെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാണ് വളരെ വിശദമായിട്ട് പരിഹാരം ചെയ്തു എന്നുള്ള അതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം, നമ്മൾ പോകേണ്ട വഴികളും നമ്മൾ നീങ്ങേണ്ട വഴികളുമെല്ലാം ബൈബിളിലെ എല്ലാം വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങൾ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ ബലഹീനതയാണ്. ആ ബലഹീനതയുടെ പുറത്ത് വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിനൊരു പരിഹാരം നമ്മളും കൂടി ചെയ്യേണ്ട, അതായത് കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, ഒരു വലിയ നമുക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു വലിയൊരു പാർപ്പിൽ നിറച്ചും വെള്ളം കിടപ്പുണ്ട്. പക്ഷേ അത് നമ്മുടേതാക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ സ്ട്രെയിൻ ചെയ്ത് അവിടെ പോയി ഇത് കോരിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമുക്കൊരിക്കലും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റുകയില്ല. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ പരിഹാരവും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ പരിഹാരവും രക്ഷയും നമ്മുടെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വലുതിനോട് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വർദ്ധിപ്പിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും സഹായം ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ വഴിയായിട്ടുള്ള ഈശോയ്ക്ക് ഒരപ്പോൾ ഇല്ലാതെ വർദ്ധിപ്പിക്കാമായിരുന്നു, എങ്കിലും അവിടെ ഇരുന്ന ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്നും ചെറുതായിട്ട് അവരുടെ ഒരു ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. ആ കുട്ടി വേണമെങ്കിൽ ആകപ്പാടെ വിശന്ന് വലഞ്ഞ് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചൊരു കുഞ്ഞു കഷ്ണമായിരിക്കും, അത് വളരെ ത്യാഗത്തോടെ ആയിരിക്കും അത് ഈശോയ്ക്ക് കയ്യിൽ എടുത്തു കൊടുത്ത്. അപ്പം അങ്ങനത്തെ ചിന്തകൾ വരുന്നു. ഇപ്പം ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി പ്രായമുള്ള ആളാണ്. അപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത് തന്നെ കേട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം പല പ്രാവശ്യം പറഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്നും ഐഡിയ പോകാത്തത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ വിശുദ്ധ കുർബാന പുസ്തകത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലത്തെ പ്രാർത്ഥനകളിലൊക്കെ എല്ലാം ധാരാളമായിട്ട് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും തന്നെയാണ് എല്ലാ കാറോസൂസ പ്രാർത്ഥനകളിൽ ആവർത്തിച്ചാവത്. അതുപോലെ ശരീരത്തിൻ്റെ അത് കുർബാസിനോടൊരു കുരിശിത്തറയ്ക്കുക, അങ്ങനെയുള്ള ആ ഒരു ഐഡിയ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നുള്ള സ്ത്രീയുടെ കാര്യം പറഞ്ഞ് മുട്ടുകുത്തി നിന്ന് ചരൽ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ആ കാര്യമൊക്കെ പറഞ്ഞതുപോലെ അത് നമുക്ക് വെറുതെ ആരെങ്കിലും പേടിപ്പിക്കാനായിട്ട് അങ്ങനെ കിട്ടിയെന്ന് അല്ല എന്നാണ് പല പ്രാവശ്യം പറഞ്ഞിട്ട് ആ ബോധ്യം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിങ്ങനെ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കിട്ടിയതില്ല. കാലാകാലങ്ങളായിട്ട് സഭാപിതാക്കന്മാരുടെയും തിരുസഭയുടെ പഠനങ്ങളിലൂടെയും ശരിക്കും നമ്മുടെ പേരൻസിൽ നിന്ന് മാത്രം കിട്ടിയൊരാശയമല്ലല്ലോ അത്. പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളായിട്ട് തിരുസഭയുടെ തുടക്കം മുതലേ അപ്പസ്തോലന്മാരുടെ കാലം മുതലേ വേദപാരംഗതന്മാരുടെ സഭാപിതാക്കന്മാരുടെ എല്ലാം കൈമാറി നമ്മുടെ പേരൻസിലൂടെ നമ്മുടെ സഭയുടെ അധികാരികളിലൂടെ കാര്യമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും കയ്യിലുകളിൽ കൂടെ പറ്റിയൊരാശയമാണത്. അപ്പം ബ്രദർ കൂടുതൽ പ്രാർത്ഥിച്ചല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളുള്ളത് കൊണ്ടത് മനസ്സിലാകുമായിരിക്കാം. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഓർഡിനറി ആയിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുമ്പം ഒരുപക്ഷെ ഈ ഐഡിയ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് ബ്രദറിനത് ശരിക്കും മനസ്സിലാകും. കാരണം അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഉൾക്കാഴ്ച കിട്ടാത്തവരുടെ അങ്ങനെയും കൂടെ ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്, മാനുഷിക തലത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവികതയിലേക്ക് മനുഷ്യൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് പറിച്ചു നടപ്പെട്ടാൽ മാത്രമേ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള ആളുകൾ ആ ലെവലിലേക്ക് പറിച്ച് നടപ്പെട്ടിട്ടില്ല, നമ്മളതിനോട്ട് ശ്രമിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാകാതെ ബ്രദർ പറഞ്ഞതെല്ലാം അത് കറക്റ്റായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അത്രയും ആധ്യാത്മികതയുടെ ആ ലെവലിലേക്കൊന്നും ബ്രദർ ഇപ്പോൾ ഒരു 80% നിൽക്കുകയാണെങ്കിൽ നമ്മൾ 0.0000 നിൽക്കുന്നത്. ഏകദേശം ഒരു വെയിറ്റേജ് ഇങ്ങനെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെറുതെ പറയുകയാണ് ഐഡിയയുടെ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പല ആശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ എനിക്ക് ആ വളർച്ചയിൽ എത്താത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ഇടപെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ. അപ്പം നമ്മളിപ്പം പറയുന്നത് പോലെ എൻ്റെ തെറ്റിന് ഞാനും കൂടെ ചെയ്യണം എന്നല്ല. പിന്നെ ആ ദൈവത്തിൻ്റെ കരുണയുടെ കാര്യം പറയും, നീതിയുടെ കാര്യം പറഞ്ഞപ്പോഴും പക്ഷേ സാധാരണയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ യാക്കൂബ് മേമനും അതുപോലെയുള്ള അവരെയൊക്കെ ഇങ്ങനെ
ഇതിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ നമ്മളൊരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് അതും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആരും സ്വീകരിക്കുകയല്ലോ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ അതുപോലെ മറ്റേ മുംബൈ കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാനി ആ കൊച്ചു പയ്യൻ്റെ പേരുടെ കസാനാണ് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഞാൻ ആ പ്രദേശത്ത് കുറച്ച് നാൾ സൈഡിലൊക്കെ ജോലി ചെയ്തതുകൊണ്ട് എനിക്കറിയാം. യാതൊന്നും ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ അതുപോലെ ദയനീയാവസ്ഥ, ദാരിദ്ര്യം. ഒരു ഷർട്ട് ചോദിച്ചിട്ട് അപ്പനെ റിക്ഷ തൊഴിലാളിയാണ്, ഒരു ബ്ലഡും മരിച്ചു കഴിയുമ്പം അവരുടെ എല്ല് വരെ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് സ്പോൺസർ ചെയ്ത് ഇത് തരാവുന്ന ക്ഷയരോഗമൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ എൻ്റെ എല്ലും കൂടെ ഞാൻ വിൽക്കാം, മുമ്പോട്ട് കാശ് മേടിച്ചിട്ട് അത്രയും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നതാണ്. അപ്പോൾ അയാൾ ഇതിനെ പറയുന്നുണ്ട്, ഒരു ഷർട്ട്, അപ്പനോടൊരു ഷർട്ട് ചോദിക്കാൻ പറ്റിയില്ല, അന്ന് പിണങ്ങി പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഷർട്ട് മേടിക്കാനുള്ള ഒരു പൈസ എനിക്കിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് ചെയ്യുകയില്ലായിരുന്നു. വീണ്ടും പറയുന്നുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് എനിക്ക് കുറച്ച് കാശ്, അല്ലെ എന്തെങ്കിലും ഒരു കാശ് കിട്ടുന്ന ഒരു ജോലി ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനോട്ട് പോയത്. ദാരിദ്ര്യം കൊണ്ട് എനിക്ക് കാശ് വേണം, ഡയറക്റ്റ് ചെയ്യാൻ ആരും ഇല്ലാതെ പോയി, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ നോക്കുമ്പോൾ ഈശോ കാണുന്നത് ആ രീതിയിലാണ്, അങ്ങേയറ്റത്തെ കരുണ. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവനീതിയുടെ ആ ലെവലിലേക്ക് എത്താത്തവർക്ക് അത് പറയുമ്പോഴും നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പറയുവാണോ, നിങ്ങൾ രാജ്യദ്രോഹക്കുറ്റം പറയുന്നത്, രാജ്യത്തിൻ്റെ ആ കോമൺ ആയിട്ടുള്ള ചിന്താധാരയ്ക്കെതിരായിട്ടൊരു സിസ്റ്റർ പോലും സംസാരിക്കുന്ന പൊതുവിലുള്ളവർ ഞാനിത് കേട്ടു വരണം. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്നാൽ ഉടനെ തെറ്റ് ചെയ്തോ അവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ്റുകളിൽ ഒരാൾ അതിക്രമിച്ചു നമ്മുടെ പറമ്പിൽ കയറി 2 കപ്പ് പറിച്ചെന്നാൽ ഞാൻ ചിലപ്പം പറയുമോ പാവമില്ല, ഇനി ഇല്ലാഞ്ഞിട്ടല്ലേ കൊണ്ടുപോക്കോട്ടെ എന്ന് പറയും. അത് അങ്ങനെയല്ല ചിന്തിക്കേണ്ട. നമ്മുടെ പ്രോപ്പർട്ടിയോടൊന്നും സ്നേഹമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചിലർ പ്രതികരിച്ചെന്നിരിക്കും. അപ്പം അത് ദൈവത്തിൻ്റെ രീതിയും നമ്മുടെ രീതി, അതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. കാരണം അതിൽ അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിഹാരത്തിൻ്റേത് വരുമ്പം നമ്മൾ മറ്റുള്ളവരോട് പറയുമല്ല ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ പറയുമ്പം അത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇനിയൊരു സംശയം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ബാക്കി പല കാര്യങ്ങളും പറഞ്ഞ് നമുക്കെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പല പറഞ്ഞു കൊടുക്കാനും അല്ല നമ്മുടെ തന്നെ ലെവലിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കൂടുതൽ ആത്മീയതയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇത് പലപ്പോഴും പറഞ്ഞപ്പോൾ ഇപ്പം എന്നെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം ബ്രദർ പറഞ്ഞു നമ്മുടെ തലയിലൊരു മുഴുത്ത പരിസയനുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വിധിയുടെ കാര്യത്തിൽ അതെനിക്കില്ല. പക്ഷേ ഈ പരിഹാരത്തിൻ്റെ കാര്യം വരുമ്പം നമ്മളും കൂടെ നമ്മുടെ ശരീരത്തിലും, അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ട് പോയി ഞാൻ പറയുന്നില്ല, പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ അവനവനോട് തന്നെ സ്ട്രിക്റ്റ് ആകണം എന്നാണ് നമ്മളിപ്പം ക്രിസ്ത്യാനികരണം. അതൊക്കെ നമ്മൾ വളരെ തോമസ് ദേക്കും വളരെ ഇതായിട്ട് ആധ്യാത്മികതയിൽ വളരെയേറെ വളർന്നവർ എഴുതിയതാണ്. അപ്പോൾ ശരീരത്തെ ഒരു കഴുതിയെപ്പോലെ അതിനെ നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുപോകണം. ശരീരത്തിന് ശക്തികൾ, ബോഡി, ഇതിനെയെല്ലാം മനസ്സും കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്ന്. ഈ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്ന കാര്യം പലപ്പോഴും പറയുമ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. ഒരു പക്ഷേ ഒക്കെ സീരിയസ് ആയിട്ടല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് കുട്ടികളെ നമ്മളൊന്നും ചെയ്യാൻ പറ്റിയാലും വടിയെടുക്കാൻ പറ്റിയാലും ശിക്ഷിക്കാൻ പറ്റിയാലും, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യ രക്തത്തിൽ എനിക്ക് തോന്നുന്ന ആശയങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മുടെ രക്തത്തിൽ തന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. ആ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആ നേച്ചറിൻ്റെ ഒരു ആസ്പെക്റ്റായിട്ട് നമുക്കുള്ളതാണ്. അല്പം ശിക്ഷണം ഉണ്ടെങ്കിലേ ശരിയായ ട്രാക്കിൽ കൂടെ നമുക്ക് പോകുള്ളൂ. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് ഉപയോഗിച്ചെന്നാലും അതൊന്നും നടക്കുകയില്ല. അതേസമയം ഒരു വടിയെടുത്ത് അടിക്കണ്ട, വടിയെടുക്കും കാണിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പേടി കൊണ്ടല്ല, പേടിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, ക്രൂരമായിട്ട് നമ്മൾ പെരുമാറുന്നതാണെന്ന് പറയും. നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ അലിഞ്ഞു ചേർന്നേക്കുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് ഉടനെ തന്നെ ഒരല്പം അടങ്ങിയിരിക്കും. ഇത് ഞാൻ നോക്കിയിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിലുള്ള കുട്ടികളെ ഞാൻ ഓർത്തി കുറച്ച് നാൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഡിഗ്രിയിലൊക്കെ ഉള്ള കുട്ടികൾ, അപ്പോൾ അവരോട് പോലും ആദ്യം പറയും, ഒട്ടും പോലും ട്രെയിൻഡ് ആകാത്ത കുട്ടികളാണ്. മതം എന്നാണ്, കാത്തലിക്സ് എന്നാണ്, ക്രിസ്ത്യാനി എന്നാണ്, ജീസസ് എന്നാണ് ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് യാതൊന്നും പറഞ്ഞുകൂടാ. പേഗൻസ് ആണ്, മതമില്ലാത്തവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരോട് ആദ്യം നമ്മൾ ഈക്വൽസാണ്, അതുകൊണ്ട് നിങ്ങൾ തോന്നിവാസം എല്ലാം ക്ലാസ്സിൽ കാണിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കൈ കിട്ടുന്നതാണ്, നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടെ നമ്മൾ ഒരേ ലെവലിൽ നിൽക്കുന്നവരാണ്, ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങൾ മുതിർന്ന ആളുകളാണ്, അങ്ങനെയെല്ലാം പറഞ്ഞ് റെസ്പോൺസിബിളായിട്ടുള്ളവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെന്നാലും അടങ്ങിയിരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ടതുപോലെ പെരുമാറാത്തവർ അവസാനം നിങ്ങളെ ഞങ്ങൾ പിള്ളേരെ പോലെ തന്നെ കണക്കാകും. ചൊവ്വിനിരുന്നെങ്കിൽ വടിയെടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞാൽ ഇവർ പോലും 10-25 വയസ്സായവർ പോലും മര്യാദയ്ക്ക് ഇരിക്കുന്നതായിട്ട്, അതായത് അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ആദ്യം ഞാൻ ഓർത്തത് എൻ്റെ മാത്രം പ്രശ്നമാണല്ലോ, അതങ്ങനെയൊക്കെ അങ്ങ് എടുത്ത് അങ്ങ് പോകട്ടെ, ഞാൻ ഷെയർ ചെയ്യുന്നില്ല എന്ന്. പിന്നീട് വീണ്ടും ഒരു സിസ്റ്ററും കൂടെ എന്ന് പറഞ്ഞു, ആരും അനങ്ങൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ തോന്നി. അതായത് ബ്രദർ വീണ്ടും വിളിക്കുന്നു, അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, ഒരു സോഷ്യൽ, അതായത് സാമാന്യ മര്യാദയുടെ ഇതനുസരിച്ച്, അതുകൊണ്ട് മാത്രം വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായ ഐഡിയ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ മനസ്സിലാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ആൻറ്റിസിപ്പേഷൻ.
ഞാൻ പറഞ്ഞു പല പ്രാവശ്യം, നമ്മൾ പരിഹാരം എന്തു ചെയ്താലും അത് ഈശോയുടെ പരിഹാരത്തോട് ചേരുമ്പോൾ മാത്രമേ അത് പരിഹാരമാകുന്നുള്ളൂ, ഇല്ലേ? അപ്പോൾ ആ രീതിയിൽ ചെയ്തോ. പക്ഷേ ദർ ആർ എക്സസീവായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ഇത്ര പ്രാവശ്യം ചരളുമ്മ മുട്ടുകുത്തി നിന്നിട്ട് അല്ലെങ്കിൽ ഇതുമാതിരി ചെയ്തുകൊണ്ടാണ് ഈ കാര്യം നടന്നത്. മനസ്സിലായിട്ടുണ്ടോ? അത് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളുടേതായിട്ടുള്ള വശത്തുനിന്ന് ആത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പരിഹാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സഹനത്തിൽ നമ്മൾ പങ്കാളിയായിക്കൊണ്ട് പരിഹാരം ചെയ്തു. അത് ചിലർ ചെയ്യണു, എന്നാൽ ചെയ്യാണ്ട് തന്നെ നമുക്കൊരുപാട് സഹനങ്ങൾ ഓൾറെഡി ഉണ്ട്. ആ സഹനങ്ങളെ നമുക്ക് അതിനകത്തേക്ക് ചാനലൈസ് ചെയ്യാം. ആ സഹനത്തെ പ്രതി പ്രായോഗിക്കുന്നതിന് പകരം ചെയ്താൽ മതി. ഞാൻ സിസ്റ്റർ പറഞ്ഞതിന് സമ്മതിക്കണോ? പരിഹാരങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ പരിഹാരം ചെയ്യണ സമയത്ത് ഞാൻ പരിഹാരം ചെയ്താലേ കാര്യം നടക്കുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ യേശു ചെയ്ത പരിഹാരത്തിനെ വേണ്ട മാതിരി വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പരിഹാരങ്ങൾ ചെയ്യാം. പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് ഈശോയുടെ പരിഹാരത്തോട് ചേരുന്നു. ഇപ്പോൾ ചിലർ, ഇപ്പോൾ പാതിരി പിയോയ്ക്ക് 50 വർഷം പഞ്ചക്ഷതം ഉണ്ടായി. ഈ പഞ്ചക്ഷതം നമ്മളെല്ലാവരിലും പഞ്ചക്ഷതമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി 1 മണിക്കൂർ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് മാത്രം ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പീഡാനുഭവത്തിൻ്റെ വേദന നിങ്ങൾക്ക് ഇന്ന് കിട്ടും. കാരണം ഇതെല്ലാവരിലും പീഡ അനുഭവിക്കുന്ന ഈശോ ഉണ്ട്. നമുക്കതിനൊന്നും സമയമില്ലാണ്ട് നമ്മൾ വേറെ ഒരു ലോകത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ്. വാസ്തവത്തിൽ ഏറ്റവും ഈശോയെ ആശ്വസിപ്പിക്കാനും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കാവുന്ന ഏറ്റവും നല്ല ഒന്ന് ഈശോയുടെ കുരിശിൻ്റെ വഴിയും അല്ലെങ്കിൽ ആ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന അതൊക്കെ ഒരുതരം പരിഹാരം തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വടിയെടുക്കുമ്പോൾ പേടിക്കും. ഇതാണ് നമ്മൾ പഠിപ്പിച്ചേക്കുന്നത്, നമ്മളത് ചെയ്യണം. അപ്പോൾ ആ സംസ്കാരം മാറാനായിട്ട് കുറേ സമയമെടുക്കും. ഇപ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞു, എനിക്ക് ഈ വലിയ വലിയ പുണ്യാളന്മാരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ സ്പിരിച്വാലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് കൊച്ചു ത്രേസ്യയെ വേദപാരംഗതയാക്കിയപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകിയ ഒരു പ്രബോധനം ഇതായിരുന്നു: ദിസ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച്. ഇത് സഹസ്രാബ്ദത്തിലേക്കുള്ള ഒരു ആത്മീയതയാണ്. എ ചൈൽഡ് ലൈക്ക് അപ്രോച്ച്. ശിശു ഒരു സ്പിരിച്വൽ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഞാൻ ലിസ്യുവിൽ പോയി കുറേ നാൾ താമസിച്ചിട്ടുള്ളതാണ്. കൊച്ചു ത്രേസ്യയുടെ വീട്ടിലും അവരുടെ ആ കോമ്പൗണ്ടിലൊക്കെ അവരുടെ ആ സ്പിരിച്വാലിറ്റി നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോൾ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി തന്നെ ജോൺ ഓഫ് ദ ക്രോസും അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ കേട്ടോ. ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ കാര്യങ്ങൾ തന്നെ കൊച്ചു ത്രേസ്യാണ് പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിളാകുകയും വടിയെടുക്കേണ്ട ആവശ്യമില്ല അവിടെ. അതാണ് ഭയങ്കര സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ അത് ഇവിടെ നടപ്പായിട്ടില്ല. അതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുന്നു. നടപ്പാകണോ? ഇത് വേണോ? അതോ നമ്മൾ വടിയെടുത്ത് തന്നെ നടന്നാൽ മതിയോ? അപ്പോൾ വടിയെടുത്ത എല്ലാവരും ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? പേടിച്ചുകൊണ്ട്. പബ്ലിക്കിൻ്റെ ഇടയിൽ
പബ്ലിക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, പിന്നെ അവരോട് വടിയെടുക്കാൻ പറ്റുമോ പബ്ലിക്കിനോട്? നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളീ പറയണത് പബ്ലിക്കിൻ്റെ കാര്യമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ഈ വിശ്വാസം ദൈവരാജ്യം പബ്ലിക്കിന് കൂടി വേണ്ടിയുള്ളതാണത്. പക്ഷെ അത് ആ വിശ്വാസത്തിൻ്റെ നിലയിൽ വളരണം. ഉദാഹരണത്തിന് കൊല്ലരുത് എന്നുള്ളത് പബ്ലിക് നിയമമാണ്, അല്ലേ? കൊല്ലുന്നവൻ ശിക്ഷിക്കപ്പെട്ടു. മോഷ്ടിക്കരുത്, എല്ലാവർക്കും അറിയാം മോഷ്ടിക്കരുത്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാകാൻ ഒരാൾ പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ അവൻ മോഷ്ടിക്കുമോ? സ്നേഹരാജ്യം പടിപടിയായിട്ട് വളർന്നു വരുമ്പോൾ എല്ലാവരും യേശുവിൻ്റെ ആ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മളുടെ സ്നേഹിതൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കുമോ? അതാണ് പൗലോസ് പറയുന്നത്, സ്നേഹം എല്ലാ പ്രമാണങ്ങളുടെയും പൂർത്തീകരണമാണ് സ്നേഹം. പക്ഷെ നമ്മളിപ്പോൾ അതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. അത് വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ട്രാക്കിലൂടെ നീങ്ങുന്നു. ഇത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ദൈവനീതിയും ദൈവരാജ്യവും ആദ്യം നിങ്ങൾ അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും. അതിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിളാണ് കൊച്ചുറേസിയെ പോലെയുള്ളവർ. അവരുടെ സ്പിരിച്വാലിറ്റിയിൽ അപ്പോൾ അവരും വലിയ സഭാപിതാക്കന്മാരുടെ സ്പിരിച്വാലിറ്റികളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഈശോയുടെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മളിലേക്ക് വരികയാണെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുമ്പോൾ അവരിൽ വ്യത്യാസം ഉണ്ടാവും. അവരെ അങ്ങ് സ്നേഹിച്ചാൽ മതി. ഉദാഹരണത്തിന് നമ്മൾ ഭാര്യയും ഭർത്താവും വഴക്കടിച്ച് മിണ്ടാതിരിക്കണം. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഈ സിറ്റുവേഷൻ നമുക്കുണ്ടാകാറില്ലേ? പാരലൈസ്ഡായി കംപ്ലീറ്റ്. പിള്ളേരോട് വരെ ദേഷ്യമാവും, അവരെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യമാവും. ബൾബ് പോയി, സാരില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയ്ക്ക് തോന്നി, അല്ലെങ്കിൽ ഭർത്താവിന് തോന്നി, നമ്മൾ ഇങ്ങനെ വഴക്കടിച്ചിരിക്കാല്ല, നമ്മൾ സ്നേഹിക്കാം. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വന്നോടുകൂടി എന്ത് സംഭവിച്ചു? അവിടെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ മാറിയില്ലേ? കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ മാറി, ഫുൾ ഓഫ് ലൈഫായി. അതാണ് സ്നേഹം. എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന ചേങ്ങലയോ, ചിലമ്പുന്ന കൈത്താളമോ, മുഴങ്ങുന്ന ചേങ്ങല. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പോയിന്റ് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലൂടെയും യേശുവിലൂടെയും ഒഴുകുന്ന സ്നേഹം നമ്മളിൽ വരികയും ഈ പുതിയ നിയമത്തിൻ്റെ ഹാർട്ട് എന്താ? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ നിയമമുള്ളൂ. എന്താ? പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന. ഒറ്റ നിയമമുള്ളൂ. മദർ തെരേസയുടെ ടോംബിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വച്ചേക്കുന്നത് എന്താ? പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ സാവധാനം ഇതിനകത്തേക്ക് ദൈവനീതിയും ദൈവസ്നേഹവും അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സംഭവിക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവരാജ്യം ആവുള്ളൂ. അപ്പോൾ ദൈവരാജ്യം വികസിക്കും. പക്ഷെ അതുവരെ നമ്മളൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്. അതാണ് തിയോളജിയൻസ് എല്ലാം പറയുന്ന ഒരു വാക്കിതാണ്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. നമ്മളിലും ദൈവരാജ്യം വന്നു, എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. പക്ഷെ ആ പൂർണ്ണമായ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മളിങ്ങനെ സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമാകുമ്പോൾ ആരും വടിയെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്നേഹം കൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഓക്കെ, അടുത്ത ആൾ വരാം.
ഇനി ആർക്ക് വേണമെങ്കിലും വരാം. യെസ്.